എ ഫ്രോഗ് സ്റ്റോറി യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന ആക്ഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി വീരസിംഹം. രചന അവതരണം ഫിറോസ് മാഡോൾ. കോട്ടാമലക്കുന്നിൽ വീരസിംഹൻ തോക്കിൽ ഉന്നം പിടിച്ചുകൊണ്ട് സസൂക്ഷ്മം നിൽക്കുകയാണ്. കോട്ടാമലക്കുന്നിലെ ജീർണിച്ച കെട്ടിടത്തിൽ പകയുടെ കനലുകളുമായി ആകാശത്തേക്ക് മിഴികളുയർത്തി നിൽക്കുകയാണ് വീരസിംഹൻ. അപ്പോഴും അയാൾ എന്തൊക്കെയോ തീരുമാനിച്ച മട്ടിൽ അർദ്ധചിന്താകുലനായി നിൽക്കുകയാണ്. നീണ്ട 9 വർഷം അകാരണമായി തടവറയിൽ തളയ്ക്കപ്പെട്ട നിമിഷം, ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ ഇരുണ്ട സംഭവം. വീരസിംഹന്റെ ഓർമ്മകൾ അഗ്നിജാലകൾക്കൊപ്പം പിന്നിലോട്ട് കടന്നുപോയി. അന്ന് രാത്രി മംഗലശ്ശേരി കൊട്ടാരത്തിന്റെ തിരുമുറ്റത്ത് അതിവേഗതയിൽ ബുള്ളറ്റ് വന്നു നിർത്തി. അതിൽ നിന്നും മാധവനുണ്ണിയും സുഹൃത്ത് അലിയാറും ചാടിയിറങ്ങി. വെപ്രാളത്തോടെയുള്ള അവരുടെ വരവ് കണ്ട് കാര്യസ്ഥൻ ശങ്കുനായർ അന്താളിച്ചു. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ ശങ്കുനായർ അവരോട് കാര്യം തിരക്കി. എന്താ തെല്ലും ബ്രേക്കുമില്ലാത്ത ഒരു വരവ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശങ്കുവിന്റെ ചോദ്യം കേട്ട് മാധവനുണ്ണി മുഖമൊന്ന് കുലുക്കി. അച്ഛൻ? അല്പം ഗൗരവത്തോടെ അവൻ ശങ്കുവിനോട് തിരക്കി. അവിടുന്ന് മേലേപ്പാട്ട മുറിയിലുണ്ട്, ശങ്കുനായർ മാധവനുണ്ണിയോട് പറഞ്ഞു. മാധവനുണ്ണിയും അലിയാറും ധൃതി വെച്ച് മംഗലശ്ശേരിയുടെ മുകൾ നിലയിലേക്ക് ഗോവണിപ്പടി ചവിട്ടി. ആ സമയം സന്ധ്യാപൂജ കഴിഞ്ഞ് മംഗലശ്ശേരിയിലെ 1-ാം നിലയിൽ പുറം വരാന്തയിൽ ചാരുക്കസേരയിൽ ഇരുന്നു കൊണ്ട് വെറ്റില മുറുക്കുകയാണ് മംഗലശ്ശേരി വീരസിംഹൻ. മകന്റെ വരവിൽ എന്തോ പന്തികേടുണ്ടെന്ന് വീരസിംഹന് തോന്നി. എന്താ ഉണ്ണി, പതിവില്ലാത്തൊരു വെപ്രാളം? അയാൾ മകൻ മാധവനുണ്ണിയോട് ചോദിച്ചു. അവൻ അല്പം ഗൗരവത്തോടെ അച്ഛനോട് കാര്യം വിശദീകരിച്ചു. ഏത് നിമിഷവും പെരുമാൾ ദേശത്ത് അവരെത്തും. കുടിലുകളെല്ലാം തകർക്കാനാണ് പദ്ധതി. ചേരിയിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. ഇനി എന്താ ചെയ്യാ? അല്പം പ്രയാസത്തോടെ അവൻ കാര്യങ്ങൾ അച്ഛൻ വീരസിംഹനെ ബോധിപ്പിച്ചു. ഒക്കെ അവന്റെ കളിയാണ്. അലിയാറാണ് ഇടയ്ക്ക് അത് പറഞ്ഞത്. അത് കേട്ട് വീരസിംഹന്റെ നെറ്റി ചുളിഞ്ഞു. ആരാണത്? ആരുടെ കളിയാണെന്നാ പറഞ്ഞത്? അയാൾ ഗൗരവത്തോടെ അലിയാറോട് ചോദിച്ചു. ആ ഖാസിം ബാബയുടെ. അത് കേട്ട വീരസിംഹൻ ചാരുക്കസേരയിൽ നിന്നും ചാടി എണീറ്റു. വായിലെ വെറ്റില മുറുക്കിയ ചുവന്ന ഉമിനീർ പുറത്തേക്ക് കാറിത്തുപ്പി. കോപമപ്പോൾ ആ മുഖത്ത് ഘനീഭവിച്ചിരുന്നു. ഖാസിം ബാബ. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. വീരസിംഹൻ അലിയാറുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തോടെ നോക്കി. ചേരിയിൽ കിങ് കോബ്ര എന്ന പേരിൽ മദ്യ ഫാക്ടറി കേന്ദ്രം കെട്ടിപ്പടുക്കാനുള്ള പുറപ്പാടാണ്. ചേരിയിലെ പാവങ്ങളെ നാടുകടത്തി വിടാനാണ് ഇവന്മാരുടെ പദ്ധതി. നിലവിൽ ചേരിയിലെ കുടിലുകൾ തകർക്കാതെ അവന്മാർക്കവിടെ കെട്ടിടം പണിയാൻ സാധിക്കില്ല. അവരുദ്ദേശിക്കുന്ന മാർക്കറ്റ് കിട്ടണമെങ്കിൽ കുടിലുകളെല്ലാം നിഷ്പ്രഭമാവണം. ഖാസിം ബാബയ്ക്ക് അവിഹിതമായ എല്ലാ സഹായവും ഒരുക്കുന്നത് ശിവദാസനാണ്, നെല്ലൂർ മനക്കലെ ശേഖരന്റെ അനന്തരവൻ, ഒരു ചിന്ന ഭൂവുടമ. ഖാസിം ബാബയുടെ പണത്തിലാണ് ശിവദാസന്റെ കണ്ണ്. ഇടയ്ക്ക് മാധവനുണ്ണിയാണത് പറഞ്ഞത്. വീരസിംഹന്റെ കണ്ണുകൾ മാധവനുണ്ണിയിലേക്ക് തിരിഞ്ഞു. വൻകിട മദ്യ ഫാക്ടറി കേന്ദ്രമാണ് നമ്മുടെ ദേശത്ത് അവർ കെട്ടിപ്പടുക്കുന്നത്. പൈതൃകങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ പെരുമാൾ ദേശത്ത്. ചേരി ഒഴിപ്പിച്ചാൽ പിന്നെ കണിമംഗലം 4 കെട്ടും നെല്ലൂർ മനയുമൊക്കെ ഗ്രാമത്തിന് പരിചിതമല്ലാത്ത സംസ്കാരത്തിലേക്ക് വഴിമാറും. അതാണ് ഖാസിം ബാബയുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും പുതിയ ബിസിനസ് തന്ത്രം.
പാവപ്പെട്ട ഗ്രാമീണർ പ്രലോഭനത്തിന് വഴങ്ങില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പുതിയ പടപ്പുറപ്പാട്. വീരസിംഹൻ മാധവനുണ്ണിയെയും അലിയാറെയും മിഴിച്ചു നോക്കിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകി. പെരുമാൾ ദേശത്തെ കളങ്കപ്പെടുത്താൻ ഒരു ശക്തിയെയും അനുവദിച്ചുകൂടാ. ചേരിയിലെ പാവങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക. പുറത്തു നിന്നുള്ള ഒരു ദുഷ്ടശക്തിയെയും പെരുമാൾ ദേശത്തേക്ക് കടത്തിവിടാതിരിക്കുക, വീരസിംഹൻ ആജ്ഞാപിച്ചു. അടുത്ത നിമിഷം മാധവനുണ്ണിയും അലിയാറും അവിടെ നിന്നും ചേരിയിലേക്ക് പുറപ്പെട്ടു. മംഗലശ്ശേരി നീരസിംഹന്റെ ഏകമകൻ, അതാണ് മാധവനുണ്ണി. അവന്റെ ജനനത്തോടെ വീരസിംഹന്റെ പത്നി കൊട്ടാരത്തിലെ തമ്പുരാട്ടി ഊർമിള മരണപ്പെട്ടു. അതോടെ വീരസിംഹന്റെ ജീവൻ ഏകമകൻ മാധവനുണ്ണിക്ക് വേണ്ടിയും പെരുമാൾ ദേശത്തിനു വേണ്ടിയും അർപ്പിച്ചു. പെരുമാൾ ദേശം അതൊരു വിശാലമായ ഗ്രാമമാണ്. ബ്രിട്ടീഷുകാരോളം പഴക്കമുണ്ട് ദേശത്തിന്റെ ചരിത്രം. നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശം. എല്ലാ നാട്ടുരാജ്യങ്ങളെപ്പോലെ ബ്രിട്ടീഷുകാർ പെരുമാൾ ദേശവും ആക്രമിച്ചു കീഴ്പ്പെടുത്തി. എന്നാൽ പെരുമാൾ ദേശത്തിന്റെ കാവലാളായി മംഗലശ്ശേരി വീര നരസിംഹന്റെ നേതൃത്വത്തിലുള്ള പടയാളികൾ പെരുമാൾ ദേശം ബ്രിട്ടീഷുകാരിൽ നിന്നും പടപൊരുതി തിരിച്ചുപിടിച്ചു. അതാണ് പെരുമാൾ ദേശത്തിന്റെ ചരിത്രം. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും മാടമ്പികൾക്കും ചട്ടമ്പികൾക്കും പെരുമാൾ ദേശത്ത് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. അതാണ് പെരുമാൾ ദേശത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ. പ്രഭാതമുണരുമ്പോൾ പെരുമാൾ ദേശത്ത് കാസിംബാബയുടെ ശിങ്കിടികളും പരിവാരങ്ങളും തമ്പടിച്ചു നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. നിർമ്മാണ സാമഗ്രികളും ഒപ്പം തൊഴിലാളികൾ അടങ്ങുന്ന ഒരു വലിയ ആൾക്കൂട്ടം. ആ കൂട്ടത്തിൽ കാസിംബാബയുടെ തടിമെടുക്കുള്ള ഗുണ്ടകളുമുണ്ട്. വിവരം കാട്ടുതീ പോലെ മംഗലശ്ശേരി വീരസിംഹന്റെ കാതുകളിലുമെത്തി. ഒരു ഓൾഡ് മോഡൽ ഗെറ്റപ്പിലുള്ള ജീപ്പുമായി വീരസിംഹൻ ചേരിയിലെത്തി. ചേരിയുടെ തൊട്ടടുത്തായി 10 ഏക്കറിലാണ് പുതിയ മദ്യകേന്ദ്രം പണിയുന്നത്. കാസിംബാബയ്ക്ക് നെല്ലൂർ മനക്കലെ ശേഖരൻ വിൽപ്പന നടത്തിയ കരവയൽ, ഒപ്പം നെല്ലൂർ മനയും കണിമംഗലവും പാരമ്പര്യമുള്ള നെല്ലൂർ മന സ്ഥിതി ചെയ്യുന്ന മണ്ണാണ് കളങ്കപ്പെടാൻ പോകുന്നത്. വീരസിംഹൻ തടിച്ചുകൂടിയ ഗ്രാമവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. ചരിത്രമുറങ്ങുന്ന പെരുമാൾ ദേശത്തിന് ഇങ്ങനെയൊരു മദ്യ ഫാക്ടറിയുടെ ആവശ്യമുണ്ടോ എന്ന് വീരസിംഹൻ ഗ്രാമവാസികളോട് ചോദിച്ചു. അപ്പോഴാണ് അവിടേക്ക് ശിവദാസൻ ഉദിച്ചെത്തിയത്. ആൾക്കൂട്ടം കണ്ട് ശിവദാസൻ ഒന്ന് പരിഭ്രമിച്ചു. എന്താ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? എന്താണ് പ്രശ്നം? അയാൾ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിക്കൊണ്ട് സഗൗരവത്തിൽ ചോദിച്ചു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും കസവുമുണ്ടും മുറിയൻ കൈ ഷർട്ടും ധരിച്ചുകൊണ്ട് വീരസിംഹൻ മുന്നോട്ടേക്ക് വരുന്നത്. കഴുത്തിൽ ഒരു പുലിനഖമാലയും കൈത്തണ്ടയിൽ ഒരു സ്വർണവളയും ധരിച്ചുകൊണ്ട്. 6 അടി പൊക്കവും നെഞ്ചു വിരിച്ച പ്രകൃതവും 6 ആളിൻ്റെ കരുത്തും കാണിച്ചുകൊണ്ടാണ് വീരസിംഹന്റെ വരവ്. ഓഹോ, യവന്റെ തിണ്ണബലത്തിലാണ് പുറപ്പാട്, അല്ലയോ? ശിവദാസൻ ഗ്രാമവാസികളോടായി പറഞ്ഞു. ഈ സ്ഥലം മംഗലശ്ശേരി കൊട്ടാരം വക ദാനം കിട്ടിയതൊന്നുമല്ല, സാക്ഷാൽ നെല്ലൂർ മനക്കലെ ഇഷ്ടദാനമാണ്. ശിവദാസൻ ഒരു ആക്ഷേപച്ചുവയോടെ പറഞ്ഞു. എന്നിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും വീരവാദം തുടർന്നു. ഇവിടെ വലിയൊരു ഫാക്ടറി കേന്ദ്രം വരും. ഗ്രാമവാസികൾക്ക് ജോലിയും കിട്ടും. വല്ലവൻ്റെയും വർത്തമാനം കേട്ട് ഉടക്കാനാണ് ഭാവമെങ്കിൽ അഴി എണ്ണി കിടക്കേണ്ടി വരും. ആ, ശിവദാസൻ ഗ്രാമവാസികളെ നോക്കി ഭീഷണി മുഴക്കി. താൻ പുളുത്തും. ശിവദാസന് നേർക്ക് ചാടി വന്നുകൊണ്ട് വീരസിംഹൻ വാചാലനായി. കൊച്ചനെ, പ്രായത്തിൻ്റെ ചോരത്തിളപ്പാണ് നിനക്ക്. അതൊക്കെ അവിടെ നെല്ലൂരിൽ വെച്ചാൽ മതി, നാട്ടുകാരുടെ മുന്നിൽ ചെലവാക്കേണ്ട.
വീരസിംഹനെ വീരസിംഹൻ ഉരുളയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ ഗ്രാമവാസികൾ അത് കേട്ട് സന്തോഷത്തോടെ അയാൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കൈകൊട്ടി. വീരസിംഹൻ തുടർന്നു, സ്ഥലം നെല്ലൂർ മനക്കല തന്നെയാണ്. പക്ഷേ നെല്ലൂർ മന പെരുമാൾ ദേശത്തും. നമ്മുടെ ദേശത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്ത ഒരു പദ്ധതിയും പെരുമാൾ ദേശത്തിന് വേണ്ട. നിങ്ങൾ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയി പദ്ധതി പദ്ധതി തുടങ്ങിക്കോ. പെരുമാൾ ദേശത്തെ ജലവിഭവങ്ങൾ, മനുഷ്യരുടെ അന്തസ്സ്, ഇതൊന്നും ചൂഷണം ചെയ്യാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ലെന്ന് താൻ തൻ്റെ കാസിം ബാബയോടും ശേഖരൻ തമ്പ്രാനോടും പോയി പറഞ്ഞുകൊടു. വീരസിംഹൻ താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട് ശിവദാസൻ കോപത്താൽ പല്ലുഞെരിച്ചു. എന്നിട്ട് അയാൾ വീരസിംഹനു നേരെ ചീറിയെടുത്തു. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. വല്ലവൻ്റെയും സ്ഥലത്ത് ആരെങ്കിലും എന്തേലും തുടങ്ങാൻ തീരുമാനിച്ചാൽ അത് തടയുന്ന തിട്ടൂരം അതൊന്ന് കാണണമല്ലോ. ശിവദാസൻ ചൊടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കുതിച്ചു. പക്ഷേ അപ്പോഴേക്കും അവിടെ എത്തിയ നെല്ലൂർ മനക്കലെ ശേഖരൻ ശിവദാസനെ തടഞ്ഞു. വേണ്ടടാ, നമ്മുടെ പദ്ധതി തടയാൻ ആർക്കും സാധിക്കില്ല. അതിനിവിടെ നിയമമുണ്ട്. ശേഖരൻ ശിവദാസനോട് പറഞ്ഞു. നീ പോലീസിനെ വിളിക്ക്. എല്ലാം നിയമത്തിൻ്റെ വഴികളിലൂടെ നീങ്ങട്ടെ. അയാൾ നിർദ്ദേശിച്ചു. ശിവദാസൻ ശേഖരൻ പറഞ്ഞതുപോലെ പോലീസിനെ ഫോണിൽ വിളിച്ചു. അല്പസമയത്തിന് ശേഷം അവിടെ പോലീസ് എത്തി. ഗ്രാമീണർക്കൊപ്പം അവരുടെ നേതാവായി മംഗലശ്ശേരി വീരസിംഹൻ നിലയുറപ്പിച്ചു. അരികിൽ മാധവനുണ്ണിയും അലിയാറും, മറുപക്ഷത്ത് ശിവദാസനും ശേഖരനും അവരുടെ അനുയായികളും. ഇരുഭാഗത്തും സംഘടിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന കൂട്ടം. പോലീസ് ആകെ വലഞ്ഞു. ഇരുകൂട്ടരെയും നിയന്ത്രിക്കാൻ പാടുപെടുമെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ആ സമയം അവിടേക്ക് ഒരു ആഡംബര വാഹനം കടന്നു വന്നു. കറുത്ത നിറത്തിലുള്ള ഒരു വലിയ വാഹനം. ആ വാഹനം അവിടെ വന്നു നിർത്തി. അതിൽ നിന്നും ഡോർ തുറന്ന് ഒരു സായിപ്പിൻ്റെ വേഷത്തിൽ ഒരാൾ ഇറങ്ങി. കറുത്ത കോട്ടും ബൂട്ടും ധരിച്ച പൊക്കമുള്ള ഒരാൾ. തലയിൽ ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ചുണ്ടിലൊരു ബ്രൗൺ നിറത്തിലുള്ള സിഗരറ്റ് ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് ധരിച്ച വ്യക്തി. അതാണ് കാസിം ബാബ. മുഖത്ത് ഗൗരവം പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ പ്രശ്നബാധിത സ്ഥലത്ത് എത്തി. സർക്കിൾ ഇൻസ്പെക്ടർ ഗൗതമിൻ്റെ അടുക്കിലേക്ക് അയാൾ വന്നു. സാർ, ഇത് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നു. അതിൽ ഇവർക്കെന്ത് കാര്യം? കാസിം ബാബ ഇൻസ്പെക്ടറോട് കാര്യം വിശദീകരിച്ചു. ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സർ, കാസിം ബാബ ആവശ്യപ്പെട്ടു. അത് കേട്ട വീരസിംഹൻ കാസിം ബാബയ്ക്ക് മുമ്പാകെ വന്നുകൊണ്ട് അതിനു മറുപടി കൊടുത്തു. ബേഷ്, കൊള്ളാം. നിങ്ങളുടെ പ്രോപ്പർട്ടി ആട്ടെ. എപ്പോഴാ നെല്ലൂർ മനക്കലെ 10 ഏക്കർ നിങ്ങളുടെ സ്ഥലമായത്? ഒന്ന് വിശദീകരിച്ചാട്ടെ. കാസിം ബാബയുടെ നേർക്ക് വന്നുകൊണ്ട് വീരസിംഹൻ പ്രതികരിച്ചപ്പോൾ അയാൾ വീരസിംഹനെ തീക്ഷ്ണമായി ഒന്ന് നോക്കി. കാസിം ബാബയെ തനിക്കറിയില്ല, വഴിയെ അറിഞ്ഞോളൂ. അയാൾ വീരസിംഹന് നേരെ ഭീഷണി സ്വരം പുറപ്പെടുവിപ്പിച്ചു. അയ്യോ, അറിഞ്ഞേക്കാവേ. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വീരസിംഹൻ വേറെ ജനിക്കണം. ക്ഷത്രിയൻ്റെ രക്തമാണ് ഈ സിരകളിൽ ഒഴുകുന്നത്. സായിപ്പ് പണി വേറെ നോക്ക്. വീരസിംഹൻ അയാൾക്ക് നേരെ വാക്കുകൾ കൊണ്ട് കടന്നാക്രമണം നടത്തി. തൽക്കാലം തർക്കം ഒഴിവാക്കാൻ വേണ്ടി പണി നിർത്തിവെക്കാൻ പോലീസ് ഉത്തരവിട്ടു. അല്ല സാറേ, നമ്മുടെ സ്ഥലത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചു പണിയുന്ന പദ്ധതി പണി നിർത്തിവെക്കാൻ ഉത്തരവിടുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാവാത്തത്. ശിവദാസൻ ഇൻസ്പെക്ടറോട് ചോദിച്ചു. ഇപ്പോൾ മുഖ്യം ക്രമസമാധാനമാണ്.
തൽക്കാലം ഇരുകൂട്ടരും സഹകരിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഒരു തീരുമാനമാകുന്നതുവരെ ഒരു ചർച്ച, അവിടെ വെച്ച് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താം. തൽക്കാലം രണ്ടു കൂട്ടരും അനുസരിക്കുക. ഇൻസ്പെക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. നിർമ്മാണ സാമഗ്രികളുമായി മടങ്ങുമ്പോൾ കാസിം ബാബ വീരസിംഹനെ കരുതലോടെയൊന്ന് നോക്കി. ഉള്ളിൽ ജ്വലിക്കുന്ന പകയുമായി. കിങ് കോബ്ര ലിക്കർ ഫാക്ടറി പ്രൊജക്ട് കേന്ദ്രത്തിൽ ശിവദാസനും ശേഖറും കാസിം ബാബയും ഒത്തുകൂടി. മദ്യം ഒഴിച്ചുവെച്ച ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബുകളിട്ട് ശിവദാസൻ കാസിം ബാബയ്ക്ക് നീട്ടി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. ഒപ്പം ശിവദാസനും ശേഖരനും ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു. കിങ് കോബ്ര പ്രൊജക്റ്റ് പെരുമാൾ ദേശത്ത് സ്ഥാപിച്ചാൽ കോടികളാണ് കയ്യിൽ വരാൻ പോകുന്നത്. കോടികൾ. കാസിം ബാബ മദ്യം നുകർന്നുകൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ട് ശേഖരൻ്റെയും ശിവദാസിൻ്റെയും കണ്ണു മഞ്ഞളിച്ചു. അവർ കാസിം ബാബയെ പുളകിത ഭാവത്തോടെ നോക്കി. പക്ഷേ നമുക്ക് മതിൽ പോലെ മുന്നിൽ തടസ്സമായി അവൻ, ആ വീരസിംഹൻ, വഴി മുടക്കി നിൽപ്പ. കാസിം ബാബ പല്ല് ഞെരിച്ചു. അത് കേട്ട് ശേഖരൻ്റെയും ശിവദാസൻ്റെയും മുഖം ഒന്ന് വാടി. ഇനിയിപ്പോ എന്താ ഒരു വഴി? ശേഖരൻ പ്രയാസത്തോടെ ചോദിച്ചു. വെട്ടിമാറ്റണം, അത്ര തന്നെ. തടസ്സം നിൽക്കുന്നത് എന്തിനേയും ശിവദാസൻ കോപാകുലനായിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് കാസിം ബാബ ക്ലാപ്പ് ചെയ്തു. കൊള്ളാം, ശിങ്കിടിമാർക്ക് മൂളയുണ്ട്. വെച്ചേക്കരുത് ഇനി അധിക നാളത്തേക്ക്. തീർത്തേക്കണം. രൂപ 10ഉം 20ഉം കോടിയല്ല, 100 കോടിയാണ് ഇറക്കാൻ പോകുന്നത്. സായിപ്പിന്റെ കളി വേറെയാ, ഞാണിന്മേൽ കളി. കാസിം ബാബ എന്തോ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു. പെടക്കട നോട്ടുകൾ കുമിഞ്ഞുകൂടും. പെരുമാൾ ദേശം നമ്മളിങ്ങെടുക്കും. കാസിം ബാബയുടെ കൊലച്ചിരി അവിടെ ഗർജനം മുഴക്കി. ശേഖരന് കാര്യം അത്ര പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. പകച്ചു നിൽക്കുന്ന ശേഖരനെ നോക്കി കാസിം ബാബ പറഞ്ഞു. ഇല്ല സായിപ്പേ, അങ്ങൊന്നിൻ്റെ തലച്ചോറൊന്നും ഈ മണ്ടയിലില്ല. ശേഖരൻ കാര്യത്തിൻ്റെ പൊരുൾ മനസ്സിലാവാതെ കാസിം ബാബയെ നോക്കി. വീരസിംഹനെ തീർക്കാനുള്ള പുറപ്പാടാ. അയാൾ ലക്ഷണം കെട്ട ഒരു ചിരി ചിരിച്ചു. കാസിം ബാബ കയ്യിലുള്ള ബ്രൗൺ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. അത് കേട്ട് ശേഖരൻ ഒന്ന് ഞെട്ടി. വീരസിംഹനെ കൊല്ലുകയോ? ശേഖരൻ വെപ്രാളത്തോടെ ചോദിച്ചു. ആ, ഇനി അവനെ വെച്ചോണ്ടിരുന്നാൽ നമ്മുടെ പണി പാളും. ശിവദാസനാണത് പറഞ്ഞത്. അല്ല, അത് പിന്നെ അയാളെ കൊല്ലാൻ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? ശേഖരൻ ശങ്കിച്ചു. അതിനയാൾ മുന്നിൽ നിന്നാലല്ലേ? ശേഖരൻ തെല്ല് പരിഭ്രമം പ്രകടിപ്പിച്ചു. അതിനെക്കുറിച്ചോർത്ത് ആരും ആവലാതിപ്പെടേണ്ടതില്ല. അതിനൊക്കെ വേറെ ആളെ നിയമിച്ചു കഴിഞ്ഞു. ചതിച്ചു വെട്ടാൻ അറിയുന്ന ഉശരന്മാരെ. ബെല്ലാരിയിൽ നിന്നും ഭാസ്കർ ഷെട്ടി വരും. തീർത്തിട്ട് അപ്പോൾ തന്നെ അതിർത്തി കിടക്കും. ആരാണ് തീർത്തതെന്ന് ഒറ്റ കുഞ്ഞിനു പോലും പിടികിട്ടില്ല. ശേഖരനെ നോക്കി പരുക്കൻ സ്വരത്തിൽ കാസിം ബാബ മറുപടി കൊടുത്തു. ശേഖരൻ്റെ ഉള്ളിൽ ഒരു തീക്കനൽ വീണു. കാസിം ബാബ പറഞ്ഞാൽ ചെയ്യുമെന്ന് ശേഖരൻ അറിയാം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അതാണ് സായിപ്പ് എന്ന് വിളിപ്പേരുള്ള കാസിം ബാബ. നെല്ലൂർ മനക്കലെ തിരുമുറ്റത്തേക്ക് ശേഖരൻ്റെ ജീപ്പ് കുതിച്ചെത്തി. കാസിം ബാബയുടെ കേന്ദ്രത്തിലെ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള വരവ്. ജീപ്പിൽ നിന്നും ശേഖരനും ശിവദാസനും ഇറങ്ങി. ശിവദാസ, വല്ല കുഴപ്പവും ഉണ്ടാവുമോ? പിഴച്ചാൽ നമ്മളെല്ലാം അകത്താവും. ബാബ വിദേശത്തേക്ക് കടക്കും.
ശേഖരൻ മനസ്സിനകത്തെ ഭയം പുറത്ത് പ്രകടിപ്പിച്ചു. എൻ്റെ അമ്മാവ ഇങ്ങനെ ഭയപ്പെട്ടാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭാസ്കർ ഷെട്ടി ഒരു തെളിവും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കും. പ്രൊഫഷണൽ കില്ലറാണ് അയാൾ. ശിവദാസൻ ശേഖരന്റെ ഭീതി അകറ്റി. ശിവദാസന്റെ മൊബൈൽ ഫോണിൽ റിംഗ് മുഴങ്ങി. കാസിം ബാബയുടെ കോളാണ്. അങ്ങേ തലക്കൽ നിന്നും പരുക്കൻ സ്വരം പുറത്തേക്ക് വന്നു. മെയ് 1 പെരുമാൾ ദേശത്തെ തൊഴിലാളി സംഗമത്തിൽ വീരസിംഹൻ പങ്കെടുക്കും. വൈകുന്നേരം പൊതുസമ്മേളനം കഴിഞ്ഞ് രാത്രി അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അവിടെ വെച്ച് തീർക്കണം. ശിവദാസന്റെ കാതുകളിൽ ആ വാക്കുകൾ മൂർച്ചയോടെ തുളച്ചു കയറി. കൊള്ളാം, അതാവുമ്പോൾ ആർക്കും യാതൊരു സംശയവും ഉണ്ടാവില്ല. സായിപ്പിന്റെ ഒരു ബുദ്ധി അപാരം. ശിവദാസൻ കാസിം ബാബയെ ഒന്ന് പുകഴ്ത്തി. കൂടുതൽ ഫോണിൽ സംസാരിക്കണ്ട, ബാക്കി കാര്യങ്ങൾ വഴിയെ അറിയിക്കാം. കാസിം ബാബ അതും പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്തു. മെയ് 1 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പെരുമാൾ ദേശത്തും വർണ്ണശബളമായ പരിപാടികളാണ് പെരുമാൾ ദേശത്തിന്റെ അഭിമാനമായി നടക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവെന്ന പേരിൽ അറിയപ്പെടുന്ന മംഗലശ്ശേരി വീരസിംഹനാണ് ചടങ്ങിലെ മുഖ്യാതിഥി. പെരുമാൾ ദേശത്തിന്റെ എല്ലാമാണ് വീരസിംഹൻ, ജനങ്ങളുടെ കണ്ണിലുണ്ണി. സ്വന്തം ദേശത്തെ മാഫിയകൾക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്തു കടക്കേണ്ടി വന്ന ധീരനായ പൊതുസേവകൻ. അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും സന്ധിയില്ല സമരം നടത്തി പെരുമാൾ ദേശത്തിൻ്റെ അഭിമാനമായി ഉയർന്നു വന്ന വീരസിംഹമൂർത്തി, ശുദ്ധ ക്ഷത്രിയൻ. അദ്ദേഹത്തിൻ്റെ ഏക മകൻ മാധവനുണ്ണി, അവൻ്റെ കൂട്ടുകാരൻ അലിയാർ, കൂടെ പെരുമാൾ ദേശവാസികളും. അതാണ് വീരസിംഹന്റെ കരുത്ത്. തിന്മകളെ നഖശികാന്തം എതിർക്കും. ഒരു പ്രലോഭനങ്ങൾക്കും വീരസിംഹൻ വഴങ്ങില്ല. ചെറുപ്പം മുതലേ ശീലിച്ച സ്വഭാവമാണത്. അനീതി എവിടെ കണ്ടാലും എതിർക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ വീരസിംഹന് എമ്പാടുമുണ്ട്. പെരുമാൾ ദേശം ഒരു കാലത്ത് ദുഷ്ടന്മാരുടെയും ഗുണ്ടാ മാഫിയകളുടെയും വിരഹകേന്ദ്രമായിരുന്നു. വീരസിംഹൻ എന്ന ചെറുപ്പക്കാരൻ പൊതുരംഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാ തിന്മയുടെയും അച്ചുതണ്ടുകളുടെ മുനയൊടിച്ചു. സന്ധ്യ കഴിഞ്ഞ സമയം കവലയിൽ പൊതുസമ്മേളനം പിരിച്ചുവിട്ട നിമിഷം, പെരുമാൾ ദേശത്തെ ജനങ്ങൾ വീടനഞ്ഞുകൊണ്ടിരുന്ന നിമിഷം. വീരസിംഹനും മാധവനുണ്ണിയും അലിയാറും കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ശ്രീധരൻ മാഷ് നടന്നു വന്നു. പെരുമാൾ ദേശക്കാരെയെല്ലാം പഠിപ്പിച്ച മാഷാണ്. ശ്രീധരൻ ഇപ്പോൾ റിട്ടയർമെൻ്റാണ്. എന്താ മാഷേ, വീട്ടിൽ പോകാൻ വാഹനമൊന്നും കിട്ടിയില്ലേ? വീരസിംഹൻ മാഷോട് ചോദിച്ചു. ഇല്ല വീര, ആരെങ്കിലും എന്നെ ഒന്ന് വീട്ടിൽ എത്തിക്കുമോ? മാഷ് സഹായം അഭ്യർത്ഥിച്ചു. മാധവനുണ്ണി പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്നു. മാഷെ, ഞാൻ കൊണ്ടുവിടാം. അവനൊരു മൂഴ മുമ്പേ തൻ്റെ ബുള്ളറ്റ് വണ്ടി എടുത്തു വന്നു. ഡാ, നിന്റെ ബുള്ളറ്റിലാണോ മാഷെ കൊണ്ടുവിടുന്നത്? പ്രായമായ മാഷെ, കൊണ്ടുപോകാൻ ബുള്ളറ്റ് ശരിയാവില്ല ഉണ്ണി. തൽക്കാലം നീ അത് അവിടെ വെച്ച് എൻ്റെ ജീപ്പ് എടുത്തോ. മാഷ് ജീപ്പിൽ പോയാൽ മതി. വീരസിംഹൻ മാധവനുണ്ണിയോട് പറഞ്ഞു. മറുത്തൊന്നും പറയാതെ അവൻ മാഷെ ജീപ്പിലേറ്റി. അവിടെ നിന്നും മാഷിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. 4 കിലോമീറ്ററുകൾക്കപ്പുറം പെരുവണ്ണാപുരത്തെ മാമംഗലത്ത് വീട്ടിൽ മാഷെ കൊണ്ടുചെന്നാക്കി മാധവനുണ്ണി തിരിച്ചു കുറച്ചു ദൂരം സഞ്ചരിച്ചു മടങ്ങി വരുന്ന വഴിയിൽ റോഡിന് കുറുകെയായി ഒരു ലോറി തടസ്സം നിർത്തിയിരിക്കുന്നത് മാധവനുണ്ണി കുറച്ചകലെ നിന്നും ശ്രദ്ധിച്ചു. അവൻ ഏകദേശം ലോറിക്കടുത്തായി എത്തിയപ്പോൾ ജീപ്പിൻ്റെ വേഗത കുറച്ചു. ലോറിക്ക് തൊട്ടടുത്തായി ജീപ്പ് ബ്രേക്ക് ചെയ്തു. മാധവനുണ്ണി ജീപ്പിൻ്റെ ഓൺ മുഴക്കി. പക്ഷേ ലോറിയിൽ അപ്പോൾ ആരെയും കാണാൻ സാധിച്ചില്ല. രാത്രി ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം ലോറിക്ക് നേരെ നീട്ടി. പക്ഷേ ലോറിയിൽ ആരെയും കാണുന്നില്ല. മാധവനുണ്ണി പരിഭ്രമിച്ചു. കുറച്ചു മുമ്പ് ഈ വഴി പോയപ്പോൾ ഇങ്ങനെയൊരു ലോറി കണ്ടിരുന്നില്ലല്ലോ. മാധവനുണ്ണി
സംശയത്തോടെ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ടവൻ മെല്ലെ ജീപ്പിൽ നിന്നും ഇറങ്ങി ലോറിക്കരികിലേക്ക് ചുവടുവെച്ചു. പെട്ടെന്നാണ് ലോറിയുടെ പിറകുവശത്തു നിന്നും ഭാസ്കർ ഷെട്ടിയും അയാളുടെ 2 കൂട്ടാളികളും മാധവനുണ്ണിക്ക് മുന്നിലേക്ക് വന്നത്. കയ്യിൽ കഠാരയും വടിവാളുമൊക്കെയായി. കൂടെ ഭാസ്കർ ഷെട്ടിയുടെ ശിങ്കിടികൾ ഒരാക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ട് പെട്ടെന്ന് പകച്ചുപോയ മാധവനുണ്ണി വിരണ്ടു. ആരാ നിങ്ങൾ? എന്താ? ഓർക്കാപ്പുറത്ത് ആയുധങ്ങളുമായി വന്ന ആക്രമകാരികളെ കണ്ട് മാധവനുണ്ണിയുടെ ഉള്ളിൽ നിന്നും ചോദ്യമുയർന്നു. പക്ഷേ തൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് തനിക്ക് നേരെ വരുന്ന ആക്രമികളുടെ ലക്ഷ്യം താനാണെന്ന് മാധവനുണ്ണി തിരിച്ചറിഞ്ഞു. തൻ്റെ ലക്ഷ്യമിടുന്ന അക്രമകാരികളെ തിരിച്ചറിഞ്ഞ മാധവനുണ്ണി അവരിൽ നിന്നും കുതറി മാറി മറ്റൊരു ദിക്കിലൂടെ ഓടി. അവന് പിന്നാലെ ഭാസ്കർ ഷെട്ടിയും ഗുണ്ടകളും മാരകായുധങ്ങളുമായി പിന്തുടർന്നു. റോഡിന് കുറുകെയുള്ള ഇടനായിലൂടെ മരണവെപ്രാളത്തിൽ അവൻ ഓടി. പക്ഷേ പിന്തുടർന്ന ഭാസ്കർ ഷെട്ടിയും കൂട്ടാളികളും അവനു നേരെ ചാടി വീണു. മാധവനുണ്ണി അവരിൽ നിന്നും കുതറി മാറി. പക്ഷേ ഭാസ്കർ ഷെട്ടി ഇടങ്കോലിട്ട് അവനെ വീഴ്ത്തി. നിലത്ത് വീണ അവൻ ഞൊടിയിടയിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഭാസ്കർ ഷെട്ടിയുടെ കാലുകൊണ്ടുള്ള തൊഴി അവന് നേരെ പതിച്ചു. ചവിട്ടേറ്റ മാധവനുണ്ണി ചതുപ്പിലേക്ക് തെറിച്ചു വീണു. അപ്പോഴേക്കും മൂർച്ചയേറിയ വാളുമായി അലറി വരുന്ന ശത്രുക്കളെ കണ്ട് അവൻ ഭയന്നു. പെട്ടെന്ന് അവന് നേരെ അക്രമകാരികളിൽ ഒരാൾ വാൾ വീശി. മാധവനുണ്ണി അവസരോചിതമായി ഒഴിഞ്ഞുമാറി. ആ വെട്ടിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പക്ഷേ മുന്നിലേക്ക് കുതിച്ചു വന്ന ഭാസ്കർ ഷെട്ടി അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അവൻ വീണ്ടും മണലിലേക്ക് തെറിച്ചു. മണലിൽ വീണു വീണ്ടും ഉയർന്നു വന്ന മാധവനുണ്ണിയുടെ മുതുകിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു ഭാസ്കർ ഷെട്ടി. ഇടിയുടെ ആഘാതത്തിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം ചിതറിത്തെറിച്ചു. അപ്പോഴേക്കും മാധവനുണ്ണിക്ക് ഭീതിയായി. അവൻ പിന്നെ അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായി. ഉള്ള ശക്തിയിൽ അവൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പക്ഷേ കൂടുതൽ ദൂരം അവൻ ഓടാനായില്ല. അപ്പോഴേക്കും പിന്നിൽ നിന്നും ഭാസ്കർ ഷെട്ടി അവനെ വെട്ടി വീഴ്ത്തി. ആദ്യ പ്രഹരത്തിൽ തന്നെ മാധവനുണ്ണി കുഴഞ്ഞുപോയിരുന്നു. അടുത്ത നിമിഷം ഒപ്പമുള്ള ഗുണ്ടകളും മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് തുരതുരാ വെട്ടി. രക്തം ചിന്നിച്ചിതറി. ഒപ്പം ഒരലർച്ചയോടെയുള്ള നിലവിളിയും അന്തരീക്ഷത്തിൽ ഉയർന്നു. മംഗലശ്ശേരി കൊട്ടാരത്തിലെ ഫോൺ ബെൽ മുഴങ്ങി. അങ്ങേ തലക്കൽ ഇൻസ്പെക്ടർ ഗൗതമാണ്. ഫോൺ എടുത്തത് മംഗലശ്ശേരി വീരസിംഹൻ. ഇത് പെരുമാൾ ദേശം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഇൻസ്പെക്ടർ ഗൗതം. അങ്ങേ തലക്കൽ നിന്നും അറിയിപ്പ് വന്നു. എന്താണ് സർ? വീരസിംഹൻ കാര്യം അന്വേഷിച്ചു. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. താങ്കളുടെ മകൻ മാധവനുണ്ണിക്ക്. ഉടനെ താങ്കൾ നീംസ് ഹോസ്പിറ്റലിൽ എത്തണം. ഇൻസ്പെക്ടറുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീരസിംഹൻ റിസീവർ താഴെയിട്ടു. ശരീരവും മനസ്സും തളരുന്നത് പോലെ വീരസിംഹന് തോന്നി. കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത. അയാളുടെ മുഖഭാവം മാറി. ചുണ്ടുകളിൽ വിറയൽ അനുഭവപ്പെട്ടു. അയാൾ പെട്ടെന്ന് തന്നെ ബുള്ളറ്റിന്റെ കീയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നേരം അയാൾ കൊട്ടാരത്തിന്റെ താക്കോൽ കാര്യസ്ഥൻ ശങ്കുനായരെ ഏൽപ്പിച്ചു. ഉടനെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബുള്ളറ്റുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. വീരസിംഹൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഹോസ്പിറ്റലിന് പുറത്ത് കവാടത്തിനരികെ അലിയാർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നു. വീരസിംഹൻ പരിഭ്രമിച്ചു. എന്താടാ? അയാൾ അലിയാറെ തട്ടിക്കൊണ്ട് ചോദിച്ചു. വീര, നമ്മുടെ ഉണ്ണി പോയി വീര, അലിയാർ വിതുമ്പലടക്കാനാവാതെ പറഞ്ഞു. വീരസിംഹൻ അല്പനേരം നിശ്ചലനായി നിന്നു. അയാളുടെ മുഖം വിതുമ്പലടക്കാനാവാതെ
പ്രയാസപ്പെട്ടു. അയാൾ അലിയാറിന്റെ മാറത്ത് മുഖമമർത്തി തേങ്ങി. ഡാ, എന്താടാ ഉണ്ടായത്? എങ്ങനെയാടാ സംഭവിച്ചത്? ഇടയ്ക്ക് വിതുമ്പലിനിടയിൽ അയാൾ ചോദിച്ചു. അലിയാർ കാര്യം വീരസിംഹനോട് പറഞ്ഞു. ചതിച്ചു കൊന്നതാ വീര, നമ്മുടെ ഉണ്ണിയെ. ആരാടാ ആരാടാ അത് ചെയ്തത്? വീരസിംഹൻ അലിയാറിനെ ഞെരിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല വീര, വഴിയിൽ ജീപ്പ് നിർത്തിയിട്ടത് കണ്ടപ്പോൾ ആരോ സംശയിച്ചു നോക്കിയതാണ്. അപ്പോഴാണ് കണ്ടത്. അപ്പോൾ തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോഴാണ്. അത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അലിയാറിന് കരച്ചിലടക്കാനായില്ല. അയാൾ വീരസിംഹന്റെ മാറത്ത് അമർന്ന് കരഞ്ഞു. വീര, അവരായിരിക്കും കാസിം ബാബയുടെ ആൾക്കാർ. അവര് പക തീർത്തതാവും. അലിയാർ അതിനിടയിൽ രോഷത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വീരസിംഹന്റെ സിരകളിൽ രക്തം തിളച്ചു. മിഴികൾ സടകുടഞ്ഞു. പേശികൾ വലിഞ്ഞു മുറുകി. മുഷ്ടികൾ ചുരുണ്ടു. പല്ലുകൾ ഞെരിഞ്ഞു. വീരസിംഹനിൽ കോപാഗ്നി ആളിക്കത്തി. അയാൾക്ക് നിയന്ത്രിക്കാനായില്ല. അയാൾ വീണ്ടും ബുള്ളറ്റ് എടുത്തുകൊണ്ട് നെല്ലൂർ മന ലക്ഷ്യമാക്കി കുതിച്ചു. നിമിഷങ്ങൾക്കകം അയാൾ നെല്ലൂർ മനക്കലെ തിരുമുറ്റത്തെത്തി. ബുള്ളറ്റ് സ്റ്റാൻഡിൽ നിർത്തി അയാൾ കൊടുങ്കാറ്റായി നെല്ലൂർ മനക്കലെ പടിവാതിൽക്കലെത്തി. വീരസിംഹൻ പടിവാതിലിൽ അമർഷത്തോടെ ചവിട്ടി. ശബ്ദം കേട്ടിട്ടാവണം പടിവാതിൽ മെല്ലെ മലർക്കെ തുറന്നു. മുന്നിൽ ശേഖരൻ ഗർജിച്ചു രോഷത്തോടെ വരുന്ന വീരസിംഹനെ പകച്ചുകൊണ്ടു നോക്കി ശേഖരൻ. അപ്പോഴേക്കും വീരസിംഹന്റെ ഇടത്തെ കാലുകൊണ്ടുള്ള തൊഴി ശേഖരന്റെ മുതുകത്തേറ്റു. ഞൊടിയിടയിൽ പരാക്രമത്തോടെ ഭയന്നുപോയി ശേഖരൻ. തെന്നി നിലത്ത് വീണ ശേഖരൻ നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ വീരസിംഹൻ വീണ്ടും സിംഹത്തെപ്പോലെ അലറിക്കൊണ്ട് അയാൾക്ക് നേരെ ചീറിയടുത്തു. മുഷ്ടി ചുരുട്ടി തുരതുരാ പ്രഹരിച്ചു. ഇടിയുടെ ശക്തിയിൽ അയാൾ കുഴഞ്ഞു. പ്രായം 60 അടുത്തു നിൽക്കുന്ന ശേഖരന്റെ ആരോഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ പിടിച്ചു നിൽക്കുന്നത്. ശബ്ദം കേട്ട് അയാളുടെ ഭാര്യയും മക്കളുമെല്ലാം അലമുറയിടാൻ തുടങ്ങി. വീരസിംഹന്റെ അരിശം അവിടം കൊണ്ടും അവസാനിച്ചില്ല. അയാൾ തൻ്റെ ഉക്കത്തുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്തു ശേഖരന്റെ വായിൽ തിരുകി. പറ, ആരാ എൻ്റെ മോൻ ഉണ്ണിയെ കൊന്നത്? വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ അണ്ണാക്കിൽ പൊട്ടിക്കും ഞാൻ. വീരസിംഹൻ ഗർജിച്ചു. ശേഖരൻ ഭയന്നു വിറച്ചു. പറഞ്ഞില്ലെങ്കിൽ വീരസിംഹൻ തന്നെ വകവരുത്തുമെന്ന് അയാൾക്കുറപ്പായി. അത്രയ്ക്ക് രോഷം അയാളിൽ അണപൊട്ടുന്നുണ്ടെന്ന് ശേഖരൻ തിരിച്ചറിഞ്ഞു. ഞാൻ പറയാം, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനെല്ലാം പറയാം. അയാൾ വീരസിംഹന്റെ കാലിൽ വീണ് യാചിച്ചു. കാസിം ബാബയും ശിവദാസനും ചേർന്നാണ് അത് ചെയ്തത്. മാധവനുണ്ണിയെ ആയിരുന്നില്ല, നിന്നെയാണ് വീര. നീയായിരുന്നു ലക്ഷ്യം. പക്ഷേ പിഴച്ചു. ഭയന്ന് വിറച്ചുകൊണ്ട് ശേഖരൻ പറഞ്ഞു. അപ്പോഴേക്കും ആരുടെയോ നിർദ്ദേശാനുസരണം അവിടേക്ക് പോലീസ് ജീപ്പ് ചീറി വന്നു. ജീപ്പിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി. ശേഖരന് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന വീരസിംഹനെ അവർ കീഴ്പ്പെടുത്തി ജീപ്പിൽ കയറ്റി. സാറേ, അവനെ വിടരുത്, എന്നെ കൊല്ലാൻ വന്നതാണവൻ, അവനെ വിടരുത് സർ. ആ സമയം ശേഖരൻ പോലീസിന്റെ മുമ്പിൽ അലമുറയിട്ട് വിളിച്ചു പറഞ്ഞു. പോലീസ് വാഹനം വീരസിംഹനെയും തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഇടിമുറിയിൽ തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുകയാണ് മംഗലശ്ശേരി വീരസിംഹനെ. ഡിവൈഎസ്പി നാഗപ്പനും 3-4 കോൺസ്റ്റബിൾമാരും ഉണ്ട്. നാഗപ്പൻ വീരസിംഹനെ ഇടിച്ചു പരുവത്തിലാക്കിയിരുന്നു.
മുതുകിൽ നിന്നും ദേഹമാസകലം വീരസിംഹന് മർദ്ദനമേറ്റു. ഒരു കോൺസ്റ്റബിൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു തലകീഴായി കിടക്കുന്ന വീരസിംഹന്റെ തലയിൽ ഒഴിച്ചു. ഇടിയേറ്റ് അവശനായ വീരസിംഹൻ പതിയെ മിഴികൾ തുറന്നു. കണ്ണുകൾ ചുവന്നു കലങ്ങിയിട്ടുണ്ട്. ചുണ്ടിൽ നിന്നും പൊടിഞ്ഞു പൊഴിയുന്ന രക്തത്തുള്ളികൾ കുതിർന്ന് നിലത്ത് വീഴുന്നുണ്ട്. പോലീസിനകത്തെ ഇടിവീരൻ നാഗപ്പൻ വീണ്ടും വീരസിംഹന്റെ അടുത്തേക്ക് വന്നു. അയാൾ പരുക്കഭാവത്തിൽ ഒരു ചിരി ചിരിച്ചു. പെരുമാൾ ദേശത്തെ പെരിയ കൗണ്ടർ. ഹ ഹ. ഒരു പരിഹാസ രൂപത്തിൽ അയാൾ അട്ടഹസിച്ചു. അയാൾ വീരസിംഹന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന പുണ്യപുരുഷൻ. ദൈവം വിചാരിച്ചാലും തന്നെ ഇനി രക്ഷപ്പെടുത്തില്ല. ഈ നാഗപ്പനെ തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട ശരീരമാസകലം മെഴുകുഞ്ഞാൻ. ശേഖരനെ കൊലപ്പെടുത്താനാണ് തോക്കുമായി വന്നതെന്ന് കുറ്റസമ്മതം നടത്തുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇടിച്ചു നിന്റെ കൂമ്പടിക്കും. നാഗപ്പൻ വീരസിംഹനെ കൊണ്ട് കുറ്റം ഏറ്റെടുക്കാനുള്ള മുറകൾ പ്രയോഗിച്ചു. പക്ഷേ വീരസിംഹൻ എത്ര കഠിനമായ ഉപദ്രവം ഏറ്റിട്ടും സമ്മതിക്കാൻ തയ്യാറായില്ല. നാഗപ്പൻ തുടരെ അയാളുടെ മുഷ്ടി ചുരുട്ടി വീരസിംഹന്റെ മുതുകിലും ശരീരത്തിലും നന്നായി പ്രഹരിച്ചു. അയാൾ വേദന കൊണ്ട് കുളഞ്ഞു. എങ്കിലും കുറ്റമേറ്റു പറയാൻ വീരസിംഹൻ തയ്യാറായില്ല. അയാൾ മർദ്ദനമേറ്റ് അവശനായി കുഴഞ്ഞുപോയി. വേണ്ട സർ, ഇനി ഇടിച്ചാൽ ചത്തുപോകും. കൂട്ടത്തിലെ ഒരു കോൺസ്റ്റബിൾ നാഗപ്പനെ തടഞ്ഞു. ഇവനൊക്കെ ചാകണം, അല്ലെങ്കിൽ വല്ലവന്റെയും തലയിൽ കയറി നിരങ്ങും. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ യവനൊക്കെ. നാഗപ്പൻ പല്ല് ഞെരിച്ചു. വധശ്രമത്തിന് കേസെടുത്ത് ജാമ്യം കിട്ടാത്ത വകുപ്പും ചാർത്തിക്കോ. കുറച്ചു കാലം ഉണ്ടതിന്ന് കിടക്കട്ടെ. അപ്പോഴേ ഇവനൊക്കെ നന്നാവും. ഒരു ദേശസ്നേഹി, നാഗപ്പൻ കാറി തുപ്പിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം അഗ്നി കണക്കെയുള്ള രോഷാഗ്നി വീരസിംഹന്റെ കണ്ണുകളിൽ ജ്വലിച്ചു. നാഗപ്പൻ കാസിം ബാബയുടെ ആളാണെന്ന് വീരസിംഹന് മനസ്സിലായി. മാധവനുണ്ണിയുടെ ശവസംസ്കാരത്തിനായി വീരസിംഹനെ പോലീസ് സംരക്ഷണയിൽ കൊണ്ടുവന്നു. കൊട്ടാരവും പരിസരവും പെരുമാൾ ദേശവാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പോലീസ് ജീപ്പിൽ നിന്നും കയ്യാമെന്ന് തിരിച്ചുകൊണ്ട് വീരസിംഹൻ ഇറങ്ങി. മൃതദേഹം ഒരു നോക്കു കണ്ടപ്പോൾ അയാളുടെ ചുടുകണ്ണീർ മൃതദേഹത്തിലേക്ക് പൊടിഞ്ഞു വീണു. വിതുമ്പലടക്കാനാവാതെ അയാൾ മകന്റെ ചിതയ്ക്ക് തിരികൊളുത്തി. ആളിപ്പടർന്ന തീജ്വാലയ്ക്കൊപ്പം കോപം അഗ്നികണക്ക് കത്തിക്കൊണ്ടിരുന്നു. ദിവസങ്ങളും മാസങ്ങളും തടവറയ്ക്കുള്ളിൽ തളയ്ക്കപ്പെട്ട വീരസിംഹന്റെ കേസിന്റെ ജഡ്ജിമെന്റ് അപ്രതീക്ഷിതമായി വന്നു. വീരസിംഹനെ 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടു. ഒരു ഞെട്ടലോടെ വീരസിംഹന്റെ ഓർമ്മകൾക്ക് തിരശീല വീണു. അപ്പോഴേക്കും കോട്ടാമലക്കുന്നിന് മുകളിലെ ജീർണിച്ച കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് വീരസിംഹൻ. അപ്പോഴും പ്രതികാരത്തിന്റെ കനൽ അഗ്നികണക്കെ പുകഞ്ഞുകൊണ്ടിരുന്നു. വീരസിംഹൻ തോക്ക് കയ്യിലെടുത്തു. വീണ്ടും ഉന്നം പിടിച്ചു. നീണ്ട 7 വർഷം. നരച്ച താടിയും പറ്റെ വെട്ടിയൊതുക്കിയ മുടിയും. ജയിലിൽ നിന്നിറങ്ങിയ വീരസിംഹന്റെ രൂപം ഏറെ മാറിയിരിക്കുന്നു. അറക്കലെ തിരുമുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച മംഗലശ്ശേരി തിരുമുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച അയാളെ വേദനിപ്പിച്ചു. ആൾ പെരുമാറ്റം നഷ്ടപ്പെട്ട ശേഷം മംഗലശ്ശേരി കൊട്ടാരം ജീർണിച്ചിരിക്കുന്നു. അതിനകത്തെ വാസ്തുവകകളെല്ലാം അപഹരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ആ ശേഖരന്റെ പണിയാണ്. ഒപ്പം ശിവദാസൻ. വീരസിംഹനൊപ്പം ഉണ്ടായിരുന്ന അലിയാറാണത് പറഞ്ഞത്. വീരൻ ജയിലിലായതിനു ശേഷം പെരുമാൾ ദേശത്തിന്റെ നിയന്ത്രണം ഇവന്മാരുടെ കയ്യിലായി. പിന്നെ ഇവരുടെ തിട്ടൂരമാണ്.
ഗ്രാമവാസികൾ ഇവരെ അനുസരിച്ചു ജീവിച്ചോളണം. ഗ്രാമത്തെ ചൂഷണം ചെയ്യുന്ന മദ്യ ഫാക്ടറി അവർ അവിടെ സ്ഥാപിച്ചു. എതിർക്കാൻ പെരുമാൾ ദേശക്കാർ തയ്യാറായതാണ്. പക്ഷേ കാസിം ബാബയുടെ വാലാട്ടിയായ DYSP നാഗപ്പനും പോലീസും ചേർന്ന് ഗ്രാമവാസികളെ തല്ലിച്ചതച്ചു അടിച്ചൊതുക്കി. കുറച്ചു ദിവസം എന്നെയും ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു. പിന്നെ മറ്റൊരു മാർഗവും ഉണ്ടായില്ല വീര. അലിയാർ നടന്നതെല്ലാം ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. വീരസിംഹൻ എല്ലാം കരുതലോടെ കേട്ടുകൊണ്ടിരുന്നു. തൻ്റെ എല്ലാമായ ഏക മകൻ മാധവനുണ്ണി. അവൻ്റെ ഓർമ്മകൾ വീരസിംഹന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അയാൾ വേദന കടിച്ചമർത്തി. ഊർമിള മരിച്ചതിന് ശേഷം താൻ മകന് വേണ്ടിയാണ് ജീവിച്ചത്, പിന്നെ പെരുമാൾ ദേശത്തിന് വേണ്ടിയും. ഇനി തൻ്റെ മുന്നിൽ ലക്ഷ്യബോധമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തൻ്റെ മകനെ ഇല്ലാതാക്കിയ ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്യുമെന്ന പ്രതിജ്ഞയെടുത്തു മംഗലശ്ശേരി വീരസിംഹൻ. അലിയാറിൻ്റെ സഹായം വേണം എനിക്ക്. സഹായിക്കില്ലേ? വീരസിംഹൻ അയാളോട് ചോദിച്ചു. വീരസിംഹന് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ ഈ അലിയാർ തയ്യാറാണ്. അയാൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു. തൻ്റെ ഏറ്റവും അടുത്ത കൂടപ്പിറപ്പിനെ പോലെയാണ് മാധവനുണ്ണിയും വീരസിംഹനും. ഉണ്ണിയെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടരുത് വീര. അലിയാർ കൂടെയുണ്ട്. അയാൾ വീരസിംഹനോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഈ ഒളിസാങ്കേതത്തിൽ നിന്ന് വേണം ആരംഭിക്കാൻ. കോട്ടാമലക്കുന്നിൽ നിന്നും. ആദ്യത്തെ ലക്ഷ്യം DYSP നാഗപ്പൻ. അവൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. വീരസിംഹൻ അലിയാറെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അലിയാർ തലകുലുക്കി സമ്മതിച്ചു. അന്ന് രാത്രി വീരസിംഹനും ഒപ്പം അലിയാറും ചേർന്ന് നാഗപ്പന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. വീരസിംഹൻ കയ്യിൽ ഒരു പിസ്റ്റളും അലിയാർ ഒരു വടിവാളും കരുതി. അർദ്ധരാത്രി ഓംനി വാനിൽ വീരസിംഹനും അലിയാറും DYSP നാഗപ്പന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. വാഹനം വേഗതയിൽ പായിച്ച അലിയാർ നിമിഷങ്ങൾക്കകം നാഗപ്പന്റെ വീട്ടിന് മുന്നിൽ എത്തിച്ചു. സ്ട്രീറ്റ് ശൂന്യമായി കിടക്കുന്നു. ഒരു നിഴൽ പോലും കാണാനില്ല. റോഡിന് കുറുകെ വാഹനം സൈഡാക്കി അവർ നാഗപ്പന്റെ വീടിൻ്റെ കുറ്റൻ മതിൽ ചാടാനൊരുങ്ങി. അപ്പോഴാണ് മുറ്റത്ത് ഒരു ഡോഗിനെ അയച്ചിളക്കിയത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ അലിയാർ അരയിൽ കരുതിയ ഒരു പേനാ കത്തിയെടുത്തു അതിനു നേരെ ഉന്നം വെച്ചു. ഷാർപ്പ്. ഉന്നം പിഴച്ചില്ല. കൃത്യമായി അതിൻ്റെ ദേഹത്ത് പതിച്ചു. ഒരു അലർച്ചയോടെ പട്ടി അവിടെ ചത്തുവീണു. അതിനിടയിൽ വീരസിംഹൻ ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചു. എന്തോ പട്ടിയുടെ അലർച്ച കേട്ടിട്ടാവണം നാഗപ്പന്റെ വീട്ടിൽ പെട്ടെന്ന് ലൈറ്റുകൾ തെളിഞ്ഞത്. ആ സമയം വീരസിംഹനും അലിയാറും മെല്ലെ ചെടികൾക്കിടയിൽ മറഞ്ഞു നിന്നു. വീരസിംഹൻ അപ്പോൾ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ട് കരുതിയിരുന്നു. വീടിൻ്റെ മുൻഡോർ തുറന്നു നാഗപ്പൻ വെളിയിൽ വന്നു. ശബ്ദം കേട്ട ഭാഗത്ത് അയാൾ സംശയത്തോടെ പരതി. പക്ഷേ അയാൾക്ക് ഒന്നും പിടികിട്ടിയില്ല. അയാൾ പിന്നെ അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും അയാൾക്ക് നേരെ വീരസിംഹൻ ചാടി വീണു. അപ്പോൾ രണ്ടുപേരും നിലത്ത് മറിഞ്ഞു വീണു. മൽപിടുത്തത്തിനിടയിൽ നാഗപ്പൻ വീരസിംഹനെ തിരിച്ചറിഞ്ഞു. പിന്നെ അയാൾ ചാടി എഴുന്നേറ്റു വീരസിംഹനെ ആക്രമിക്കാനൊരുങ്ങി. അയാളുടെ മുഷ്ടി വീരസിംഹനു നേരെ തിരിഞ്ഞു. പക്ഷേ വീരസിംഹൻ അയാളുടെ കൈ തട്ടിമാറ്റി നാഗപ്പന്റെ മുതുകത്തിട്ട് ആഞ്ഞു. അയാൾ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണു. അയാൾ ചാടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീരസിംഹൻ അയാൾക്ക് നേരെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചു ആഞ്ഞു വിക്കി. മുട്ടിന് താഴെ അതിൻ്റെ പ്രഹരമേറ്റ് നാഗപ്പൻ നിലവിളിച്ചു. പക്ഷേ അതിനിടയിൽ അലിയാർ അയാളുടെ വായിൽ തുണി തിരുകി വായടച്ചു. അതിനിടയിൽ വീരസിംഹൻ നാഗപ്പന്റെ ഇരുകാലിലും തുര ആഞ്ഞടിച്ചു. വേദന കൊണ്ട് അയാൾ പുളഞ്ഞു.
അപ്പോഴേക്കും അയാളുടെ ബോധമറ്റിരുന്നു. ഹോസ്പിറ്റലിൽ 2 കാലും കൈയും തകർന്നു നാഗപ്പൻ കിടപ്പിലായി. ഇതറിഞ്ഞ് ശേഖരനും ശിവദാസനും നാഗപ്പനെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. നാഗപ്പന്റെ അവസ്ഥ കണ്ട് ശേഖരനും ശിവദാസനും അന്താളിച്ചു. അവരുടെ ഉള്ളിൽ ഭയവും നിഴലിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങാൻ നേരത്ത് നാഗപ്പൻ കിടന്ന കിടപ്പിൽ ഒരു മുന്നറിയിപ്പും കൊടുത്തു. സൂക്ഷിക്കണം, അവൻ വെറുതെ ഇരിക്കില്ല. അടുത്ത ടാർഗറ്റ് നിങ്ങളായിരിക്കും. അത് കേട്ട 2 പേരുടെയും ഉള്ളിൽ കനലുകൾ കത്തി. നെല്ലൂർ മനയിലെത്തിയ ശേഖരൻ കാസിംബാബയെ ഫോണിൽ വിളിച്ചു കാര്യം പറഞ്ഞു. ശേഖരൻ പറഞ്ഞത് മുഴുവൻ കേട്ട കാസിംബാബ ആരും ഭയപ്പെടേണ്ടെന്ന പ്രതീക്ഷയും നൽകി. ഒരിക്കൽ കൂടി ഭാസ്കർ ഷെട്ടി പെരുമാൾ ദേശത്ത് വരേണ്ടി വരും. എല്ലാം നമുക്ക് അവസാനിപ്പിച്ചേക്കാം, കാസിംബാബ ഫോണിൽ കൂടി ശേഖരനോട് പറഞ്ഞു. അതും പറഞ്ഞ് കാസിംബാബയുടെ കാൾ ഡിസ്കണക്റ്റ് ആയി. കാസിംബാബയുടെ സമാധാനപ്പെടുത്തലിലൊന്നും ശേഖരൻ തൃപ്തിയായില്ല. അയാൾക്ക് വല്ലാത്ത ആദിയായി. കാസിംബാബ സുരക്ഷിതനാണ്, അയാൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. നമ്മുടെ കാര്യം അങ്ങനെയാണോ? ഏത് പാതിരാത്രിക്കും അവൻ കടന്നു വരാം. പോലീസിൽ പരാതി കൊടുത്താൽ 1-2 ദിവസം പോലീസ് കാവലുണ്ടാവും. അത് കഴിഞ്ഞാൽ... ശേഖരന്റെ വാക്കുകൾ കേട്ട് ശിവദാസനും ഭീതിയായി. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കുന്നതാണ് ബുദ്ധി, അയാൾ ശിവദാസനോട് പറഞ്ഞു. അങ്ങനെ 2 പേരും അവിടെ നിന്നും കുറച്ചു ദൂരെയുള്ള ചട്ടമ്പി നാട്ടിലേക്ക് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ അവർ പെരുമാൾ ദേശത്തു നിന്നും കടവ് കടക്കാനായി വരമ്പത്തുകൂടെ ചൂട്ടയും കത്തിച്ചുകൊണ്ട് നടന്നു. വേഗം പുഴക്കടവിലെത്തണം. നടന്നു നീങ്ങുന്നതിനിടയിൽ ശേഖരൻ പറഞ്ഞു. കിതച്ചുകൊണ്ടുള്ള മരണവെപ്രാളമായിരുന്നു 2 പേർക്കും. ഇടയ്ക്ക് നാഗപ്പൻ കൊടുത്ത മുന്നറിയിപ്പ് കാതുകളിൽ മുഴങ്ങി. ഭയം അപ്പോഴേക്കും കലുഷിതമായി. അങ്ങനെ നടന്ന് പുഴക്കടവിലെത്തി അവർ. അവിടെ ഒരു മുറിച്ചു മാറ്റിയ മരത്തടിയിൽ കിട്ടിയ ചങ്ങാടം. നിലാവിന്റെ വെട്ടത്തിൽ അവർ അത് കണ്ടു. പിന്നെ അമാദിച്ചില്ല. പെട്ടെന്ന് തന്നെ കെട്ടയിച്ചു ചങ്ങാടത്തിൽ കയറിയ നിമിഷം ഓർക്കാപ്പുറത്തുള്ള ആക്രമണം, പങ്കായം കൊണ്ടുള്ള പ്രഹരം ആ ഇരുട്ടിന്റെ മറയത്തിൽ വന്ന് പതിച്ചു. ശേഖരനും ശിവദാസനും കടവിലെ മണലിലും വെള്ളത്തിലുമായി തെറിച്ചു വീണു. ഞെട്ടലോടെയാണ് അവരതനുഭവിച്ചത്. ഞൊടിയിടയിൽ പുഴയിലെ വെള്ളം താണ്ടി ശേഖരന് നേരെയും ശിവദാസന് നേരെയും ശൗര്യഭാവത്തിൽ കുതിച്ചു വരികയാണ് വീരസിംഹനും അലിയാറും. അവരുടെ മുഖത്തെ കോപം അതികഠിനമാണെന്ന് ശേഖരൻ തിരിച്ചറിഞ്ഞു. തനിക്ക് നേരെ ചീറി വരുന്ന വീരസിംഹന് മുമ്പിൽ തൊഴുകൈയോടെ ശേഖരൻ നിന്നു. മാപ്പാക്കണം വീര, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കാസിംബാബയെ എല്ലാറ്റിനും പിന്നിൽ. ഭാസ്കർ ഷെട്ടിയെ കൊണ്ട് മാധവനുണ്ണിയെ കൊല്ലിച്ചത് അവനാ. ഞങ്ങൾ നിരപരാധികളാ. ശേഖരൻ കൂപ്പുകൈയുമായി വീരസിംഹനോട് കെഞ്ചി. അച്ഛേ, തന്തക്ക് പിറക്കാത്ത നായ! വീരസിംഹൻ അവർക്ക് നേരെ അലറി. ശേഖരനും ശിവദാസനും വീരസിംഹന്റെ നേർക്ക് താഴ്മയോടെ നടന്നെടുത്തു. പക്ഷേ അപ്പോഴേക്കും അയാൾ പങ്കായമെടുത്ത് ശേഖരനെയും ശിവദാസനെയും ആഞ്ഞടിച്ചു. 2 പേരും അടിയേറ്റ് പുഴയിലേക്ക് മറിഞ്ഞു വീണു. പിന്നാലെ വീരസിംഹനും അലിയാറും അവർക്ക് നേരെ പാഞ്ഞെടുത്തു. അവർ 2 പേരും ചേർന്ന് ശേഖരനെയും ശിവദാസനെയും പുഴയിൽ ചവിട്ടി താഴ്ത്തി. മുതുകിലും നെഞ്ചിലും മാരകമായി ചവിട്ടേറ്റു. 2 പേരുടെയും മൂക്കിൽ നിന്നും രക്തം പുഴയിൽ ചീറ്റി. പുഴവെള്ളം രക്തപങ്കിലമായി. ശേഷം ശേഖരനെ അലിയാർ വാരി വലിച്ച് കരയിലിട്ട് ആക്രമിച്ചു. അയാൾ മർദ്ദനമേറ്റ് അവശനായി ബോധമറ്റു. ആ സമയം വീരസിംഹൻ ശിവദാസന് നേരെ പങ്കായമെടുത്ത് ആക്രമണം തുടർന്നു. പങ്കായം കൊണ്ടുള്ള ആക്രമണമേറ്റ് അയാൾ പുഴയുടെ മധ്യത്തിൽ എത്തി. അപ്പോഴേക്കും ശിവദാസന്റെ പ്രാണൻ വെടിയാറായിരുന്നു. വീരസിംഹൻ സർവശക്തിയുമെടുത്ത് ശിവദാസന്റെ കൊരവള്ളിയിൽ ചവിട്ടിത്താഴ്ത്തി.
വെള്ളത്തിൽ കിടന്ന് ശിവദാസൻ പുളഞ്ഞു, കാലിട്ടടിച്ചു. അല്പനേരം അയാൾ ശ്വാസം കിട്ടാതെ പരാക്രമണം കാണിച്ചു. ഒടുവിൽ അവസാന ശ്വാസവും നിലച്ചു. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് വീരസിംഹൻ തൻ്റെ കയ്യിലുള്ള പങ്കായം മണലിലേക്ക് വലിച്ചെറിഞ്ഞു, പകയുടെ പകുതി ഭാണ്ഡം ഇറക്കി വെച്ചുകൊണ്ട്. നാഗപ്പന് പിന്നാലെ ശിവദാസന്റെ കൊലപാതകവും ശേഖരന് നേരെ നടന്ന ആക്രമണവും പെരുമാൾ ദേശമാകെ പടർന്നു. വീരസിംഹനാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നറിഞ്ഞ പോലീസ് നാട് മുഴുവൻ അരിച്ചു പെറുക്കാൻ തുടങ്ങി. ചേരിയിലുള്ള പലരെയും പോലീസ് തല്ലിച്ചതച്ചു, ചോദ്യം ചെയ്തു. പക്ഷേ ഒരു തുമ്പും വീരസിംഹനെ കുറിച്ച് അവർക്ക് കിട്ടിയില്ല. സംഭവം അറിഞ്ഞ് കാസിം ബാബ ഞെട്ടി. ശിവദാസന്റെ കൊലപാതകവും ശേഖരന് നേരെ നടന്ന ആക്രമണവും അയാളിൽ നേരിയ ഭയം പടർത്തി. സാധാരണ ഒന്നിനും വഴങ്ങാത്ത ബാബ വലിയ ആത്മധൈര്യം പുലർത്തിയിരുന്നു. പക്ഷേ പുതിയ സംഭവവികാസം അയാളിൽ ഭീതിയുളവാക്കി തുടങ്ങി. അയാൾ ഭാസ്കർ ഷെട്ടിയെ വീണ്ടും വിളിപ്പിച്ചു. ഷെട്ടി ഉടൻ കാസിം ബാബയുടെ അടുക്കലെത്തി. എന്താ ബാബ വിളിപ്പിച്ചത്? അയാൾ കാസിം ബാബയോട് ചോദിച്ചു. അന്നുന്നം തെറ്റിയവന് ഭ്രാന്തിളകിയിരിക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ട് വിരളി പിടിച്ച് നമ്മുടെ ആളുകളെ ഒന്നൊന്നായി തീർക്കുകയാണ് അവൻ. ശിവദാസനെയും അവൻ തീർത്തു. അടുത്ത ടാർഗറ്റ് ഞാനാണ്. എന്നെയാണ് അവൻ ഇനി നോട്ടമിടുക. അതിനു മുമ്പ് അയാളെ അങ്ങ് അവസാനിപ്പിച്ചു തരണം. കാസിം ബാബ ഭാസ്കർ ഷെട്ടിയോട് അപേക്ഷിച്ചു. നിനക്ക് അതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും തരാം. നീ ചോദിക്കുന്നത് എന്തും. കാസിം ബാബ ഷെട്ടിക്ക് മുമ്പാകെ ഓഫർ വെച്ചു. ബാബ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എപ്പോഴെങ്കിലും ചെയ്തു തരാതിരുന്നിട്ടുണ്ടോ? ഷെട്ടി ഗുഡ്ക കൈവള്ളിയിൽ ഇട്ട് അത് വായിലോട്ട് തള്ളി ചവച്ചരച്ചുകൊണ്ട് അയാൾ കാസിം ബാബയെ നോക്കി പറഞ്ഞു. ഇതുപോലെ ചവിട്ടിയരയ്ക്കും അവനെ, ആ വീരസിംഹനെ. അന്ന് ചെറിയൊരു പിഴവ് പറ്റിപ്പോയി. അന്ന് തീരേണ്ടത് ആ കൊച്ചനായിരുന്നില്ല. പക്ഷേ വിധി അവനെ യമലോകത്തേക്ക് അയച്ചു. ഇനി പിഴക്കില്ല. ബാബ ധൈര്യമായിരിക്കും. അവൻ വരും ബാബയെ തേടി. ഞാൻ ബാബയ്ക്കൊപ്പം അവസാനം വരെ കൂടെയുണ്ടാവും. ബാബയ്ക്ക് കവചമായി. ഭാസ്കർ ഷെട്ടിയുടെ ആ ഉറപ്പ് അയാളിൽ ധൈര്യം ഉറപ്പുവരുത്തി. അയാളിൽ അല്പം ആത്മവിശ്വാസം ഉണ്ടായത് അതിനുശേഷമാണ്. പെരുമാൾ ദേശത്ത് വിശാലമായ സ്ഥലത്ത് ഏറ്റവും വലിയ മദ്യ ഫാക്ടറിയിൽ കാസിം ബാബയ്ക്ക് സംരക്ഷണമൊരുക്കി കവചം തീർത്തിരിക്കുകയാണ് ഭാസ്കർ ഷെട്ടി. അയാളുടെ 10ഓളം വരുന്ന ക്രിമിനലുകളെ എന്തിനും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഒപ്പം അവിടെയുള്ള ജീവനക്കാർ, പോരാത്തതിന് പോലീസ് സംരക്ഷണമാണ്. ഈ സുരക്ഷ ഭേദിച്ചുകൊണ്ട് ഇനി അവന് കാസിം ബാബയുടെ രോമത്തിൽ തൊടാൻ സാധിക്കില്ല. ഭാസ്കർ ഷെട്ടി അഹങ്കാരത്തോടെ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. ആഗസ്റ്റ് 15-ന് പെരുമാൾ ദേശത്തെ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസിനെയും സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് അധിക പേരെ ആവശ്യമുള്ളതിനാൽ പല സ്ഥലത്തെയും കോൺസ്റ്റബിൾമാരെയും ഷിഫ്റ്റ് ചെയ്തു. പെരുമാൾ ദേശത്തെ മദ്യ ഫാക്ടറി കിങ് കോബ്രയുടെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട പോലീസുകാരെ അടക്കം താൽക്കാലികമായി തിരിച്ചു വിളിച്ച നിമിഷം എല്ലായിടത്തും സുരക്ഷയുടെ ഭാഗമായി പോലീസിനെ പുനർനിയമിച്ചു. പെരുമാൾ ദേശത്തും ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായി വൻ നടന്നു. മനുഷ്യവാസം 1% പോലും ഇല്ലാത്ത കോട്ടാമലക്കുന്നിൽ മുകളിൽ നിന്നും ശത്രുവിനെതിരെ അവസാന അംഗത്തിനായി പുറപ്പെടാനൊരുങ്ങുകയാണ് മംഗലശ്ശേരി വീരസിംഹനും അലിയാറും. നാളെ ഇൻഡിപെൻഡൻസ് ഡേ. പെരുമാൾ ദേശം സ്വതന്ത്രമാകും. വീരസിംഹൻ പ്രതിജ്ഞയെടുത്തു. കോട്ടാമലക്കുന്നിലെ പഴയ ഒരു ജീർണിച്ച് പൊളിഞ്ഞു വീയാറായ കെട്ടിടം, വീരസിംഹനും അലിയാറും ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം. രാത്രി 10 മണി. ജാക്കറ്റിന്റെ അണ്ടർ പോക്കറ്റിൽ പിസ്റ്റൾ കരുതി വെച്ചു വീരസിംഹൻ. ബൂട്ടിന്റെ വിടവിൽ ഒരു പ്രസ് ബട്ടൺ കത്തിയും കരുതി. അലിയാർ ഷർട്ടിന്റെ പിന്നിൽ
കാണാമറയത്ത് ഒരു വടിവാളും കരുതി വെച്ചു. ശത്രുവിന് നേരെയുള്ള പടപ്പുറപ്പാടിന് ഒരുങ്ങുകയാണ് രണ്ടുപേരും. നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കാസിം ബാബ ഫാക്ടറിയിൽ തന്നെയുണ്ടെന്നുള്ള വിവരം വീരസിംഹൻ അറിഞ്ഞിരുന്നു. ഇതാണ് അവസരം, ഇനി ഇതുപോലെ ഒരു അവസരം കിട്ടില്ല അയാൾ കരുതി. അവർ എല്ലാ ഒരുക്കങ്ങളുമായി കോട്ടാമലക്കുന്നിൽ നിന്നും വളരെ രഹസ്യമായി താഴേക്കിറങ്ങി. ഇരുട്ടണഞ്ഞ ഊട്ടുവഴികളിലൂടെയാണ് ചുവടുകൾ. കാൽപെരുമാറ്റം പോലും അത്രയ്ക്ക് സൂക്ഷ്മം. അങ്ങനെ നടന്നു നടന്ന് അവർ കിങ് കോബ്ര ഫാക്ടറിയുടെ കുറ്റൻ മതിലിനടുത്തെത്തി. ആ മതിൽ കെട്ടിനപ്പുറമാണ് വിശാലമായ മദ്യ ഫാക്ടറി. വീരസിംഹനും അലിയാറും മെല്ലെ മതിൽ ഭേദിക്കാൻ തയ്യാറെടുത്തു. അവർ പതുക്കെ മതിലിൽ ഇഴഞ്ഞെത്തി. അവർ ആ മതിലിൽ ഇഴഞ്ഞിഴഞ്ഞ് കയറാൻ തുടങ്ങി. ഒടുവിൽ മതിലിനു മുകളിലെത്തി. ഇരുട്ടിൽ അവർ ഫാക്ടറിയും പരിസരവും അരിച്ചുപെറുക്കി. ആരും വെളിയിലില്ല. എല്ലാവരും ഗോഡൌണിലാണ്. അവർ മതിൽ പതുക്കെ ചാടിയിറങ്ങി. ആ ശബ്ദം കേട്ടിട്ടാവണം രണ്ടുപേർ പുറത്തു വന്ന് നോക്കിയത്. അത് കണ്ട് അപ്പോഴേക്കും വീരസിംഹനും അലിയാറും കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു. ആ രണ്ടുപേർ ടോർച്ച് തെളിച്ചുകൊണ്ട് പരിസരം അരിച്ചുപെറുക്കാൻ തുടങ്ങി. അതിനിടയിൽ വീരസിംഹനും അലിയാറും അവർക്ക് പിന്നാലെ പിന്തുടർന്നുകൊണ്ട് അവരറിയാതെ അവരെ പിന്നിൽ നിന്നും ലോക്ക് ചെയ്ത് കുത്തിമലർത്തി. രണ്ടുപേരും കുത്തേറ്റ് തൽക്ഷണം കൊല്ലപ്പെട്ടു. അതിനിടയിൽ വീരസിംഹൻ ജാക്കറ്റിനിടയിൽ നിന്നും പിസ്റ്റൾ പുറത്തെടുത്തു. ആ തോക്കു ചൂണ്ടി ഉന്നം പിടിച്ചു. ശത്രു മുന്നോട്ട് കുതിക്കുന്നതിന് ഒരു മുഴം മുമ്പ് നിറയൊഴിക്കാൻ. പുറത്തെ കാൽപെരുമാറ്റത്തിൽ സംശയം ഉടലെടുത്തപ്പോഴാണ് കാസിം ബാബയുടെ കൂടുതൽ ഗുണ്ടകൾ അകത്തു നിന്നും പുറത്തേക്ക് പ്രവഹിച്ചത്. അപ്പോഴേക്കും വീരസിംഹനെയും അലിയാറിനെയും അവർ കണ്ടു. പെട്ടെന്ന് ഗുണ്ടകൾ കൂട്ടമായി അവർക്കടുത്തേക്ക് മാരകായുധങ്ങളായ വാളും കത്തിയുമൊക്കെയായി പാഞ്ഞെടുത്തു. തങ്ങൾക്ക് നേരെ ആക്രമസജ്ജരായി വരുന്ന ആക്രമികൾക്ക് നേരെ വീരസിംഹൻ തലങ്ങും വിലങ്ങും വെടിയുതിർത്തു. വെടികൊണ്ട് പലരും ചുവടുകൾ തെറ്റി മറിഞ്ഞു വീണു. ചിലർ ചിതറിയോടിയപ്പോഴാണ് പുറത്ത് അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നതായി കാസിം ബാബയ്ക്ക് മനസ്സിലായത്. അയാൾ ഡബിൾ ബാരൽ തോക്ക് കയ്യിലെടുത്തു. മെല്ലെ പുറത്തേക്ക് വന്നു. നാലുപാടും കാസിം ബാബ കണ്ണുകൾ പായിച്ചു. തൂക്കുമായി വെളിയിലിറങ്ങിയ കാസിം ബാബയെ കണ്ടപ്പോൾ വീരസിംഹനും അലിയാറും മറ്റൊരു വശത്ത് പതുങ്ങിയിരുന്നു. കാസിം ബാബ പതുക്കെ ചുറ്റുവട്ടത്തുകൂടി നടന്നു. അയാളുടെ ബൂട്ടിൻ്റെ കാലടി ശബ്ദം അവിടമാകെ കേട്ടു. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വീരസിംഹനും അലിയാറും ശ്വാസമടക്കി പിടിച്ചു. അപ്പോഴേക്കും കാസിം ബാബ അവർക്കടുത്തായി എത്തിയിരുന്നു. പക്ഷേ മറഞ്ഞിരിക്കുന്ന അവരെ കാണാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് പെട്ടെന്ന് വീരസിംഹൻ അയാൾക്ക് നേരെ ചാടി വീണത്. ഞൊടിയിടയിൽ മൽപ്പിടുത്തം നടന്നു. അതിനിടയിൽ പിടിവലിക്കിടയിൽ തോക്കിൽ നിന്നും വെടിയുതിർക്കപ്പെട്ടു. ആ ശബ്ദം കേട്ട് കാസിം ബാബ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകൾ അവിടെ കൂടി വന്നു. ആക്രമികൾ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അലിയാർ തൻ്റെ കയ്യിലുള്ള വടിവാൾ അവർക്കു നേരെ വീശി. ആ പ്രഹരത്തിൽ ഒന്നു രണ്ടു പേർ അവിടെ വീണു. ബാക്കിയുള്ളവരുമായി അലിയാർ നേരിട്ടേറ്റുമുട്ടി. തലങ്ങും വിലങ്ങുമുള്ള ആക്രമം. ഓരോരുത്തരെയായി അലിയാർ എടുത്തെറിഞ്ഞു. അതിനിടയിൽ വീരസിംഹനും കാസിം ബാബയും പൊരിഞ്ഞ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പോരാട്ടത്തിനിടയിൽ കാസിം ബാബയുടെ കുറ്റൻ ഇരട്ടക്കൂലൽ തോക്ക് തെറിച്ചുപോയി. ആ അവസരം മുതലെടുത്തുകൊണ്ട് വീരസിംഹൻ കാസിം ബാബയെ ഇടിച്ചിഞ്ചപ്പരുവമാക്കി. മുതുകിലും നെഞ്ചത്തും ഇടതടവില്ലാതെ വലിയ പ്രഹരം ഏൽപ്പിച്ചു. കാസിം ബാബയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം ചിന്നിച്ചിതറി. ഉഗ്ര പോരാട്ടം. കാസിം ബാബയുടെ ഇടനെഞ്ചിൻ കൂട് ഇടിച്ചു തകർത്തു വീരസിംഹൻ. അയാളുടെ മുതുകിലും ശരീരത്തിലുടനീളം മുറിവുകളും ചതവുകളും പ്രത്യക്ഷമായി. വീരസിംഹന്റെ പ്രഹരത്തിൽ വിറങ്ങലിച്ചുപോയി കാസിം ബാബ. അയാൾ ആ ഫാക്ടറിയുടെ വിശാലമായ പൂമുഖത്ത് മലർന്നിടിച്ചു വീണു. അതിനിടയിൽ വീരസിംഹൻ കാസിം ബാബയുടെ ഡബിൾ ബാരൽ തോക്കെടുത്ത് കൈവശപ്പെടുത്തി. ആ സമയം വീരസിംഹന്റെ ഹൃദയത്തുടിപ്പിൽ നിന്നും
പ്രതികാരാഗ്നി അഗ്നി കണക്കെ തിളച്ചു. തൻ്റെ ഏക മകൻ വീരഭദ്രന്റെ മാധവനുണ്ണിയുടെ കൊലപാതകം അയാളുടെ ഉള്ളിൽ അനാവരണം ചെയ്യപ്പെട്ടു. അതൊരു പോരാട്ടക്കുതിപ്പിന്റെ അവസാന ലാപ്പാണ്. വീരസിംഹന്റെ ഉള്ളിൽ മാധവനുണ്ണിയുടെ പുഞ്ചിരിച്ച മുഖം പ്രത്യക്ഷമായി. ആ നിമിഷം അയാളുടെ മിഴികൾ നിറഞ്ഞു. ചുടുകണ്ണീർ മിഴികൾ തിളച്ചു മറിഞ്ഞു. അടിയേറ്റ് അവശതയിൽ മണലിൽ തെറിച്ചു വീണ കാസിം ബാബ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് വീരസിംഹൻ കണ്ടു. ആ നിമിഷം അയാൾ കാസിം ബാബയുടെ ഇരട്ടക്കുഴൽ തോക്ക് അയാൾക്ക് നേരെ നീട്ടി ഉന്നം പിടിച്ചു. കാസിം ബാബ. വീരസിംഹന്റെ പതിഞ്ഞ സ്വരം വിറയലോടെ പുറത്തേക്ക് വന്നു. തൻ്റെ ജീവന്റെ പകുതി അറുത്തുമാറ്റിയ ക്രിമിനൽ, പെരുമാൾ ദേശത്തിന്റെ അന്തകൻ. പക്ഷേ നിനക്ക് തെറ്റിപ്പോയി കാസിം ബാബ. കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയി. അയാൾ അവശനായി കിടക്കുന്ന കാസിം ബാബയെ വെറുപ്പോടെ നോക്കി. വീരസിംഹന്റെ കോപം പരകോടിയിലെത്തി. വീരസിംഹനെ തോൽപ്പിക്കാൻ നീ 100 ജനിക്കണം. പെരുമാൾ ദേശത്തെയും കൈവിരലുകൾ കാഞ്ചിയിൽ പിടിമുറുക്കുമ്പോഴും വീരസിംഹന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ കനൽ ആളിക്കത്തി. അതിനിടയിൽ കാസിം ബാബ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീരസിംഹൻ ഡബിൾ ബാരൽ തോക്കിന്റെ കാഞ്ചി വലിച്ചു. ഒറ്റ വെടി. കാസിം ബാബ വെടികൊണ്ട ആ നിമിഷം മെല്ലെ മുഖം തിരിച്ചു. വെടിവെച്ച ഭാഗത്തേക്ക് നോക്കി. ഒരു ഗർജനത്തോടെ നിൽക്കുന്ന വീരസിംഹനെയാണ് അവസാന നിമിഷം മറഞ്ഞുപോയ കണ്ണുകളിൽ അയാൾക്ക് കാണാൻ സാധിച്ചത്. ആ ഒറ്റ വെടിക്ക് കാസിം ബാബ അന്ത്യശ്വാസം വലിച്ചു. അതിനിടയിൽ അലിയാർ കിങ് കോബ്ര ഫാക്ടറിയിലെ കന്നാസിൽ കിടന്ന സ്പിരിറ്റും പെട്രോളും എടുത്തു. ഫാക്ടറിയുടെ ഭിത്തിയിലും മേൽക്കൂരയിലും ഒഴിച്ചു. വീരസിംഹൻ ആ സമയം വെടിയേറ്റ് കൊല്ലപ്പെട്ട കാസിം ബാബയുടെ ഭൗതിക ശരീരം മണലിൽ നിന്നും വലിച്ചുകൊണ്ട് ഫാക്ടറിക്കകത്തേക്ക് വലിച്ചിട്ടു. എല്ലാം ഒരുമിച്ച് ചുട്ടുചാമ്പാനാക്കാനുള്ള നീക്കമാണെന്ന് അലിയാർക്ക് മനസ്സിലായി. പിന്നെ ഒരു നിമിഷം വൈകിയില്ല. ഒരു തീപ്പെട്ടി കമ്പെടുത്തു. അത് കത്തിച്ചു. ഫാക്ടറിക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അവിടെയൊരു തീഗോളം ഉയർന്നു. ആളിപ്പടർന്ന അഗ്നികോണം. അതിൽ നിന്നും അല്പം അകലം പാലിച്ചുകൊണ്ട് വീരസിംഹനും അലിയാറും അത് നോക്കി. ആ അഗ്നിയിൽ എരിഞ്ഞടങ്ങുന്ന കിങ് കോബ്ര മദ്യ ഫാക്ടറി നിമിഷങ്ങൾക്കകം ആളിക്കത്തി. എല്ലാം ചുട്ടുചാമ്പലായി. പിറ്റേ ദിവസം ആഗസ്റ്റ് 15 പെരുമാൾ ദേശം സ്വാതന്ത്ര്യ പുലരിയുടെ വിപുലമായ ആഘോഷത്തിലേക്ക് കടന്നു.